പ്രിയമുള്ളവരെ, കേരളത്തിൽ പിറന്ന് 60 വർഷം പിന്നിട്ട ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരു ദിനമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നെല്ലാം പലപ്പോഴും വേദികളിൽ പ്രസംഗിക്കാറുണ്ടെങ്കിലും ആ സമത്വത്തിൻ്റെ വഴിയിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് തങ്കലിപികളാൽ കേരള ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടേണ്ട ഒരു സുദിനമാണിന്ന്. ഇച്ഛാശക്തിയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, സുതാര്യതയുള്ള, മാനവ ദർശനത്തിൽ ഊന്നിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ലോകത്തിനും രാജ്യത്തിനും മാതൃകയായിട്ടുള്ള ഈ നടപടി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യമുള്ള ഒരു ദിനമാണ്. ലോകത്തും രാജ്യത്തും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കൂടുകയും ദരിദ്രർ അതിദരിദ്രരും സമ്പന്നർ അതിസമ്പന്നരുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമത്വത്തിൽ ഊന്നിയുള്ള ഒരു ഭരണക്രമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദരിദ്രരായ ജനങ്ങളില്ലാത്ത ഒരു നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കുന്ന ദിവസത്തിൽ കേരളത്തെ സ്നേഹിക്കുന്ന, മലയാളിയെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കേരളപ്പിറവിയുടെ ആശംസകൾ നേരുന്നു. നമ്മുടെ സഹോദരരെ കൈപിടിച്ചുയർത്താൻ ദീർഘനാളായി അഹോരാത്രം യത്നിക്കുന്ന എല്ലാ മനുഷ്യസ്നേഹികൾക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഊഷ്മളമായ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. മാത്യു സിറിയക്.